കിഷ്കിന്ധാകാന്ഡം നമ്മൾ ഒരു യൂഷ്വൽ പാറ്റേൺ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഒരു യൂഷ്വൽ ത്രില്ലർ പാറ്റേൺ വേണ്ട സ്കോറിൽ എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി കിഷ്കിന്ധയിൽ ഇവർ ഇനിഷ്യലി സുഷിൻ ശ്യാം ആയിരുന്നു മ്യൂസിക് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ഷൂട്ട് ഒരുപാട് വൈകി. പിന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുഷിൻ ബിസിയായി. ആവേശവും, മഞ്ഞുമ്മൽ ബോയ്സ്, കണ്ണൂർ സ്കോഡൊക്കെ ആയിട്ട് കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. സോ 2008 മുതൽ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ബേസിക്കലി മന്ദാരത്തിലൊക്കെ പാട്ടുകൾ ഒരു ക്യാരക്ടറായിരുന്നു. അതിപ്പോൾ ആസിഫിന്റെ ക്യാരക്ടറിന്റെ ഗ്രോത്ത് ആക്ച്വലി കാണിച്ചിരുന്നത് പാട്ടിൽ കൂടെയാണ്. ഞാൻ ആക്ച്വലി ഒരിക്കലും ഒരാളെ അതിന്റെ മ്യൂസിക് എടുത്ത് പറയരുത് എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെന്തോ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ എപ്പോഴും പടത്തിനോട് ബ്ലെൻഡായിട്ട് തന്നെ നിൽക്കും. പിന്നെ എനിക്ക് ജസ്റ്റിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റിൻ വർഗീസ്, അതുപോലെ അരുൺ മുരളീധരൻ മെസ്സേജ് ചെയ്തിരുന്നു, സുഷിൻ ശ്യാം മെസ്സേജ് ചെയ്തിരുന്നു. സുഷിൻ പടം കണ്ടിട്ടില്ല, പുള്ളി ബോഗൻ വില്ലേന്റെ തിരക്കിലാണ്. എന്തായാലും കാണാം എന്നിട്ട് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യൽ ലെവലിലേക്ക്, കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസ് ആണ് കിഷ്കിന്ധൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹായ്, ഹലോ. CPX ടോക്കിൽ കൂടെയുള്ളത് മുജീബ് മജീദാണ്. വെൽക്കം ടു CPX ടോക്ക്. എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? നന്നായി പോകുന്നു. എങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ടോ? പിന്നെ ബിസിയാണ്? ബിസിയല്ല, കുഴപ്പമില്ല. കിഷ്കിന്ധാകാന്ഡം നമ്മള് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയി, നമ്മളെല്ലാരും കണ്ടു. ഭയങ്കര എന്താ പറയാ, പ്രതീക്ഷിക്കാതെ, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല പോയത്, പക്ഷെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വലിയ വിരുന്നെന്ന് പറയാം. അങ്ങനെയാണ്. അപ്പൊ സിനിമ ഇറങ്ങിയ ശേഷം ആസ് എ മ്യൂസിക് ഡയറക്ടർ എങ്ങനെയായിരുന്നു ആളുകളിൽ നിന്നൊരു ഫീഡ്ബാക്ക്? ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ലെവലിലേക്ക് പടം സക്സസ് ആവുന്നുള്ളൂ. പക്ഷെ കണ്ടവരെല്ലാവരും ടൈം എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പടത്തിനെ കുറിച്ച് റിവ്യൂ എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സ്പെഷ്യലി മ്യൂസിക് ഒക്കെ എടുത്ത് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ആൾക്കാർ ഓരോ മെസ്സേജ് എന്താണ് കൂടുതൽ പറയുന്നത് ഇപ്പം മ്യൂസിക്കിനെ കുറിച്ചാണെങ്കിൽ തന്നെ? എല്ലാവർക്കും പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീൻ ഭയങ്കര അടിപൊളി എന്നുള്ള രീതിയിലാണ് മെസ്സേജുകൾ കൂടുതലും വരുന്നത്. പിന്നെ എല്ലാവർക്കും മൊത്തത്തിലുള്ള ഒരു സൗണ്ട് സ്കേപ്പ് പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയം മന്ദാരങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഫീൽ ഗുഡ് മ്യൂസിക് ആണ് അതിക്ക് കൂടുതലായിട്ട്. പക്ഷെ ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും അതൊരു ത്രില്ലർ സാധനത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇങ്ങനെ കിഷ്കിന്ധാകാന്ഡത്തിൽ കുറച്ച് ഇപ്പൊ ലാസ്റ്റത്തെ സീനിൽ പറമ്പിൽ കെട്ടിപ്പിടിക്കുന്ന സീനിലൊക്കെ അവിടെ ചെറുതായിട്ടൊരു ഫീൽ ഗുഡ് സാധനവും വരണം. എങ്ങനെയായിരുന്നു ആ ഇത്രയും ദിവസത്തെ കാലത്തിൽ ആ ഒരു ഫീൽ ഗുഡ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റം? എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം മന്ദാരം എന്ന് പറയുന്ന പടം ആസിഫിൻ്റെ ക്യാരക്ടറിൻ്റെ 3 സ്റ്റേജ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ 3 സ്റ്റേജിലും ഒരു മെച്യൂരിറ്റി മ്യൂസിക്കിലത്തെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു രീതിയിലൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ തിങ്കളാഴ്ച നിശ്ചയം കുറച്ചും കൂടെ ഒരു ഫോക്ക് കാഞ്ഞങ്ങാട് ബേസ് ചെയ്തിട്ടുള്ള റൂട്ടഡ് ആയിരുന്നു കുറച്ചുകൂടെ. പക്ഷെ അതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫോക്ക് രീതിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ഡിസിഷൻ. കിഷ്കിന്ധാകാന്ഡം നമ്മൾ ഒരു യൂഷ്വൽ പാറ്റേൺ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഒരു യൂഷ്വൽ ത്രില്ലർ പാറ്റേൺ വേണ്ട സ്കോറിൽ എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്കും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞത് നമ്മളൊരു ട്രയൽ ആൻഡ് എറർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂഷ്വൽ പരിപാടി ബ്രേക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഈ പറഞ്ഞ പോലെ ദിഞ്ചി ആയാലും ബാഹുലായാലും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നൊരു ഫിലിമിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ഭാഗത്തെന്തോ പറയുന്നത്, അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്തൊന്നുമല്ല. ബേസിക്കലി ആ ഒരു ചേർച്ച് ഓർഗൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്രയും നേരം പടത്തിൽ എവിടെയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഓർഗാനിക് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ആ ഒരു ചേർച്ച് ഓർഗൻ ട്രൈ ചെയ്തതാണ്. അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മളിങ്ങനെ റെഫറൻസ് ആയിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സിലുണ്ട് അങ്ങനെ ഇൻസ്പിറേഷൻ ഉള്ളത്, ഭയങ്കരമായിട്ട് ഇൻസ്പിറേറ്റ് ചെയ്ത്? എനിക്ക് ഇപ്പോൾ ഞാൻ ഭയങ്കര AR റഹ്മാൻ ഫാനാണ്. എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ അത് പറയുന്നുണ്ട്. AR റഹ്മാൻ, അതുപോലെ ഹാൻസ് സിമ്മർ ഫാനാണ്. പിന്നെ എല്ലാ പാട്ടുകളും എല്ലാ മ്യൂസീഷ്യൻസും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു സോങ് ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിൽ തന്നെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക് വരുമ്പോൾ സ്ക്രിപ്റ്റ് കേട്ട ശേഷം എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഹോംവർക്ക്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ആ പടം ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ പടത്തിലേക്ക് വരുന്നു. ബാഹുലാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു യൂഷ്വൽ പരിപാടി വേണ്ട എന്നുള്ളത് അവർ ക്ലിയർ ആയിരുന്നു. എന്ത് വേണം വേണ്ട എന്നുള്ളത് അവർ ഡിസൈഡ്, അവർ അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ജോലി പകുതി ഈസിയായി.
വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് ബാഹുലും ദിൻജിയും സ്റ്റുഡിയോയിൽ ഉണ്ടാവും എപ്പോഴും. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഓരോന്ന് ചെയ്ത് കേൾപ്പിക്കും. അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഇതുവരെ. പിന്നെ എനിക്ക് നല്ലൊരു ടീമുണ്ട്, നല്ലൊരു അടിപൊളി ടീം ബാക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അറിയുന്ന കുറച്ച് ഇപ്പൊ ഷോർട്ട് ഫിലിമിൽ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം. അതെ അതെ, ബാഹുല് ഞങ്ങള് 2016 മുതലുള്ള പരിചയം. ഈ ഷോർട്ട് ഫിലിമിന്റെ സംഭവം സിനിമയിലേക്ക് എത്തുമ്പോൾ ആ ഒരു കോണ്ടാക്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കാരണം രണ്ടുപേർക്കും അറിയാം എന്താണ് സ്റ്റൈൽ എന്നുള്ളത്. ഇപ്പൊ ബാഹുലും ഞാനും ഭയങ്കര AR റഹ്മാൻ ഫാൻസാണ്, ഹാൻസ് സിമ്മർ ഫാൻസുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നമ്മുടെ സൗണ്ട് സ്കേപ്പ് നന്നായിട്ട് അറിയാം. ബാഹുലിനും അറിയാം എൻ്റെ സ്ട്രെങ്ത് എന്താണ്. അപ്പോൾ അത് മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ഈസി ആയിരുന്നു. ഓക്കെ, ഈ മ്യൂസിക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടാതിരിക്കുന്ന ഒരു സമയം, നമുക്കൊരു ബ്ലോക്ക് വരില്ലേ, ആ സമയത്തൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് എടുക്കുക? ഞാൻ കൂടുതലും അങ്ങനെ ബ്രേക്ക് വരുമ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കാണും. ഹാൻസ് സിമ്മറിന്റെ അല്ലെങ്കിൽ AR റഹ്മാൻ ഇവരുടെ, അല്ലെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അതുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഞാനിരുന്ന് കാണും ഇന്റർവ്യൂസ് ഒക്കെ. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അങ്ങനെ തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരും. ഇപ്പൊ ചിലർ പറയും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ മ്യൂസിക് കിട്ടി, അങ്ങനത്തെ എങ്ങനെയെങ്കിലും ഉണ്ടാവാറുണ്ടോ? അതുണ്ടാവും. കൂടുതലും ബാത്റൂമിലൊക്കെ ഉള്ളതായിരിക്കും കൂടുതലും. ഞാൻ ഈ പറഞ്ഞ പോലെ റൈഡൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാനിങ്ങനെ അന്നൊക്കെ ബേസിക്കലി ഇതിനെക്കുറിച്ച് ആലോചിക്കുകയല്ല. എല്ലാം ഒന്ന് മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും റൈഡൊക്കെ പോവാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അതങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ഈ മ്യൂസിക് ഡയറക്ഷനിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. എനിക്ക് താലെന്ന് പറഞ്ഞൊരു ആൽബം AR റഹ്മാൻ്റെ, അത് കേട്ടപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് എനിക്ക് മ്യൂസിക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നെ അവിടെ നിന്ന് മുതൽ അതിലേക്കുള്ളൊരു പഠനം ചുമ്മാ ചെയ്ത് നോക്കായിരുന്നു. അന്നൊക്കെ മെയിനായിട്ട് എനിക്കൊരു ഐഡിയ ഉള്ളത് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം അന്ന് നമ്മുടെ ഒരു ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പിന്നീടാണ് +2 ഒക്കെ തുടങ്ങിയപ്പോഴാണ് സോഫ്റ്റ്വെയർസും ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തന്നെ പഠിച്ച് പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നെ ഞാൻ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. സോ 2008 മുതൽ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, കന്നഡയിലും തമിഴിലൊക്കെ ആയിട്ട്. ഇനി അവിടേക്ക് നമ്മളെ ഇങ്ങോട്ട് കുറച്ചുകൂടെ മ്യൂസിക്, ഇപ്പോൾ തമിഴിലൊക്കെ ആണെങ്കിൽ വിജയ് പടത്തിലൊക്കെ നമ്മൾ മെയിൻ അത് കാണാൻ തിയേറ്ററിൽ പോകുന്നത് അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാക്കിയിട്ട്. അതുകൊണ്ട് വരുമ്പോഴൊരു ചേഞ്ച് എന്താ തോന്നിയുള്ളത് പോലെ? നമ്മുടെ വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്ക് സ്റ്റൈൽ നമ്മൾ പഠിക്കുക. അവർ ഓരോ സീൻ അവർ ട്രീറ്റ് ചെയ്യുന്ന ഭയങ്കര വ്യത്യാസം. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ തമിഴിലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പോലെയല്ല കന്നഡയിലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാസ പരിപാടികളുണ്ട്, അതും നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു സാധനം തന്നെ. അത് അത്ര ഈസി അല്ല. മലയാളത്തിനേക്കാൾ ഈ മാസ പരിപാടി കൂടുതലും തമിഴിലും തെലുങ്കിലാണോ? പൊതുവേ മലയാളത്തിൽ ഇപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഇതാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് മാസ് പടങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. കന്നഡയിലാണ് കൂടുതൽ ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് മാസ് പരിപാടി. അതുപോലെ പണ്ടത്തെ സിനിമകളിലെ ഇപ്പോൾ പാട്ടായാലും മ്യൂസിക് ആയാലും അങ്ങനെ സ്ക്രിപ്റ്റുമായിട്ട് ഭയങ്കരമായിട്ട് ആ കഥ മൊത്തം അറിയണം എന്നില്ല. ഒരു നല്ല രസത്തിൽ ഇപ്പോൾ മെലഡി സാധനമാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് ഇതാക്കുക. ഇപ്പം അങ്ങനെയല്ല. ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ കിഷ്കിന്താണ്ടത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു അതിലത്തെ ആ കഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ മ്യൂസിക് ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി മന്ദാരത്തിലൊക്കെ പാട്ടുകൾ ഒരു ക്യാരക്ടറായിരുന്നു. അതിപ്പോൾ ആസിഫിന്റെ ക്യാരക്ടറിന്റെ ഗ്രോത്ത് ആക്ച്വലി കാണിച്ചിരുന്നത് പാട്ടിൽ കൂടെയാണ്. കിഷ്കിന്തയിൽ ആക്ച്വലി പാട്ട് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രൊമോ സോങ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു 2 ട്രാക്ക് ചെയ്തു. അപ്പോൾ അതിൽ വാനരലോകം എന്ന് പറഞ്ഞ ട്രാക്ക് നമ്മൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു നോർത്ത് ഈസ്റ്റേൺ ഫോക്ക് നമ്മളൊരു ട്രാക്ക് ചെയ്തിരുന്നു. അങ്ങനെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് വാനരലോകം എന്നുള്ള ട്രാക്ക് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ചും കൂടെ സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആണ് സോങ്സ് എല്ലാം. കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിപ്സിങ്ക് വളരെ കുറവാണ് ഇപ്പോഴത്തെ പാട്ടുകളിൽ. പടത്തിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ പാട്ട് പ്ലേസ് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് പാട്ടുകൾ പോകുന്നത്. വ്യത്യാസം ഉണ്ട് ആക്ച്വലി പണ്ടത്തിനെക്കാട്ടും ഉണ്ട്. അതേപോലത്തെ കാര്യം ഇപ്പോൾ ആളുകളോട് തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ചോദിക്കുമ്പോൾ അവർ ചില സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് കയ്യിൽ OTT-യിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മ്യൂസിക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ സാധനം
അപ്പൊ സിനിമയിൽ മ്യൂസിക് അത്രയും ഇമ്പോർട്ടന്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ. പണ്ട് പറഞ്ഞാൽ നല്ലൊരു സിനിമ നല്ല കഥയാണെങ്കിൽ പോയി തിയേറ്ററിൽ നിന്ന് കാണും എല്ലാവരും, നല്ല സിനിമയാണെങ്കിൽ. ഇപ്പൊ മ്യൂസിക് അതിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് ആസ് എ മ്യൂസിക് ഡയറക്ടർ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഗ്രോത്ത് എങ്ങനെയാണ് അത് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്? ഞാൻ ആക്ച്വലി ഒരിക്കലും ഒരാളെ എൻ്റെ മ്യൂസിക് എടുത്ത് പറയരുത് എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെന്തോ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ എപ്പോഴും പടത്തിനോട് ബ്ലെൻഡായിട്ട് തന്നെ നിൽക്കണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവുന്നത്. ഇപ്പോൾ വിഷ്വൽസ് ആയാലും മൊത്തം സൗണ്ട് മിക്സിങ് ആയാലും മ്യൂസിക് ആയാലും അത് ഒരിക്കലും മ്യൂസിക് ഒന്നിനെ ഓവർ പവർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അറിയാം, എല്ലാവരും കേട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. ഇന്ന ഭാഗത്തെ സ്കോർ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നല്ല കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യമാണ് അത്. ഇപ്പോഴത്തെ മ്യൂസിക് ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ റാപ്പ് വരുന്നുണ്ട്, നല്ല പറഞ്ഞാൽ ഹനുമാൻ കൈൻഡ് പോലെ ഡബ്സി പോലെ അങ്ങനത്തെ സോങ്സ് കേൾക്കാറുണ്ടോ? എങ്ങനെയാണ് നോക്കിയിട്ടാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ജോണേഴ്സാണ് ഹിപ്പ് ഹോപ്പ് ഒക്കെ. ഞാനിപ്പോൾ 1744 എന്ന് പറഞ്ഞിട്ട് 1744 വൈറ്റ് ഓൾട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ചെയ്തിരുന്നു. സോ അതിൽ കംപ്ലീറ്റ് ഹിപ്പ് ഹോപ്പ് ജോണറും പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ സ്പെഗറ്റി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് കുറേ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകൾ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാ ജോണേഴ്സും ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ജസ്റ്റിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റിൻ വർഗീസ്, അതുപോലെ അരുൺ മുരളീധരൻ മെസ്സേജ് ചെയ്തിരുന്നു, സുഷിൻ ശ്യാം മെസ്സേജ് ചെയ്തിരുന്നു. സുഷിൻ പടം കണ്ടിട്ടില്ല, പുള്ളി ബോഗൻ വില്ലേൻ്റെ തിരക്കിലാണ്, എന്തായാലും കാണാം എന്നിട്ട് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷല്ല, അടിപൊളിയല്ല. ഇപ്പൊ മന്ദാരത്തിന് തുടങ്ങിയ ആസിഫ് മജീദായിട്ടുള്ള ഒരു കോംബോ എന്ന് പറയാം. നമ്മളതിന് ശേഷം നോക്കുമ്പോ ഇതാ മന്ദാരം ഉണ്ട്, ഇപ്പൊ കിഷ്കിന്താണ്ടുണ്ട്, ഇനി രേഖാചിത്രമുണ്ട്. അതെങ്ങനെ കോയിൻസിഡന്റലി സംഭവിക്കുന്നതാണോ അതോ ഭയങ്കര വിചാരിതമായിട്ട് സംഭവിച്ചേക്കുന്നതാണ്? ബേസിക്കലി കിഷ്കിന്തയില് ഇവർ ഇനീഷ്യലി സുഷിൻ ശ്യാമായിരുന്നു മ്യൂസിക് ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ഷൂട്ട് ഒരുപാട് വൈകി. പിന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുഷിൻ ബിസിയായി, ആവേശവും മഞ്ഞുമ്മൽ ബോയ്സ് കണ്ണൂർ സ്ക്വാഡൊക്കെ ആയിട്ട്. അങ്ങനെയാണ് പിന്നെ രാഹുൽ എന്നെ വിളിക്കുന്നതും അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കോയിൻസിഡൻ്റ് ആയിട്ട് വന്നേക്കുന്ന സംഭവം. ഇപ്പോൾ രേഖാചിത്രമായി പറഞ്ഞ പോലെ ജോഫിൻ പടം കണ്ടു, കിഷ്കിന്ത കണ്ടു, പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കോർ. അങ്ങനെ നമ്മൾ അത് ശരിക്കും ഇപ്പൊ ഒരു ത്രില്ലർ കഴിഞ്ഞ് അടുത്തത് വീണ്ടും ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ ഇതായിട്ട് ഒട്ടും രണ്ട് രീതിയിലാണ്. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോ അറിയാം എങ്ങനെ. ഇല്ല എന്റെ ഒരു ഇനീഷ്യൽ സ്ക്രാച്ച് പരിപാടികളും സ്കെച്ചിങ് പരിപാടികളും നടക്കുന്നേ ഉള്ളൂ. രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് സിനിമയെ കുറിച്ച് എന്തൊക്കെയാണ് വേറെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ? രേഖാചിത്രം ഈ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് മറ്റേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഭയങ്കര കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യൽ ലെവലിലേക്ക് കുറച്ചുകൂടെ ഒരു വലിയ ക്യാൻവാസ് ആണ് കിഷ്കിന്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇയാൾക്ക് ഏത് സിനിമ എങ്ങനത്തെ മ്യൂസിക് ചെയ്യാനാണ് കുറച്ചുകൂടെ കംഫർട്ട്? അതായത് ഫീൽ ഗുഡ് ആണോ, കുറച്ച് സസ്പെൻസ്? അത് മ്യൂസിക്കിന് ശരിക്കും നമ്മളൊരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മളെങ്ങനെ പിടിച്ചിരുത്തണമെങ്കിൽ മ്യൂസിക്കിന് ഭയങ്കരമായിട്ട് റോളുണ്ടല്ലോ. അപ്പം എങ്ങനത്തെ ചെയ്യാനാണ് കൂടുതൽ കംഫർട്ട്? ഇപ്പോൾ കിഷ്കിന്ത പോലത്തെ ജോണർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ എനിക്ക് ഈ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഞാൻ ചെയ്തിരുന്നു. അത് കുറച്ചും കൂടെ ഒരു ലൗഡ് കോമഡി ഇതായിരുന്നു. അങ്ങനത്തെ ജോണേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഹൊറർ ജോണേഴ്സ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹൊററിൽ ഇപ്പൊ ഭയങ്കര ചേഞ്ച് ഉണ്ട്. പണ്ടത്തെ ചിരി മറ്റേ മ്യൂസിക് സൈലന്റ് പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് വരിക, പണി കുറവാണല്ലോ. അത് ശരിക്കും അങ്ങനത്തെ മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നോ? അതായത് എനിക്ക് തോന്നുന്നു 9 സിനിമ ഇറങ്ങിയ അവിടെ തൊട്ടൊക്കെയാണ് അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നതെന്ന് തോന്നുന്നു. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും ചേഞ്ച് വേണം. എപ്പോഴും നമ്മളൊരു യൂഷ്വൽ പരിപാടി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറിംഗ് ആയിരിക്കും. ഒരു ഹൊറർ സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും ഇത് ആളുകൾക്ക് ഇങ്ങനെ വർക്ക് ആവുമോ എന്നുള്ള സാധനം വരും ഇങ്ങനെ. എന്നെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഹൊറർ ഫിലിംസ് കാണുന്നതാണ്. എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഹൊറർ ഫിലിമാണ് നമ്മുടെ എമിലി റോസ്, എക്സോർസിസം ഓഫ് എമിലി റോസ് എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗ്രാഫിക്സ് ഒന്നുമില്ല, പക്ഷെ അതിൽ മ്യൂസിക്കും അല്ല, പുള്ളിക്കാരി അഭിനയിച്ചേക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കിടുവാണ് ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ മിനിമൽ മ്യൂസിക് എന്നുള്ള രീതിയിൽ ഇപ്പം എനിക്ക് പറയാറില്ല, പടം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. എങ്ങനെ നോക്കുന്നുണ്ടോ ഇനി ഹൊറർ ഫിലിംസ് വന്നാൽ ചെയ്യാന്നുള്ള. വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും വന്നിട്ടില്ല. എന്തൊക്കെയാണ് ഇനിയുള്ള? ഇപ്പൊ രേഖാചിത്രം മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നോക്കാം, അടുത്ത പരിപാടി വരുന്നു. വന്നിട്ട് ഇപ്പൊ നോക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടില്ല? ഇല്ല ഇല്ല, അത്രക്ക് ബിസി ഒന്നും ആയിട്ടില്ല. എവിടെ നിന്നിട്ടാണ് ഒരു ബ്രേക്ക് വന്ന്, ബ്രേക്കിംഗ് പോയിന്റ് എവിടെ നിന്നായിരുന്നു? എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച നിശ്ചയം തന്നെയാണ്. തിങ്കളാഴ്ച നിശ്ചയമാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാൻ തുടങ്ങിയത്. ആ ഒരു സിനിമ തന്നെ പോലെ അതെ അതെ. പക്ഷെ അത് തിയേറ്റർ റിലീസ് ആവാത്തതുകൊണ്ട് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ തിങ്കളാഴ്ച നിശ്ചയം തന്നെയാണ് കുറച്ചും കൂടെ എൻ്റെ ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഉള്ളിലൊരു കഴിവിനെ? വളരെ ചെറുതാണ്, വളരെ കുറവായിട്ടുള്ളത്. ഇനിയും കിടക്കുന്ന കുറെ പരിപാടികൾ ചെയ്യാനൊക്കെ. എന്തിനും വെൽക്കമിങ് ആയിട്ടിരിക്കുകയാണോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ചലഞ്ചസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാനോ? അല്ലേ? പിന്നെ അതൊക്കെ ഡയറക്ടറും ഇവരൊക്കെ ഉള്ള സപ്പോർട്ട് ആവശ്യമാണ്. അവരും റെഡി ആവണം. ഇയാൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരും കൂടെ കുറച്ചും കൂടെ റെഡി ആണെങ്കിൽ പൊളിയാണ് സപ്പോർട്ട്. ഇത്രയും കാലം ചെയ്തൊരു മ്യൂസിക്കിൽ ഇപ്പം എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഏതായിരിക്കും? ഭയങ്കരമായിട്ട് കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് ഒരു മ്യൂസിക് ബ്ലോക്ക് വന്നിട്ട്? ഞാനൊരു ഹിന്ദി ഫിലിം ചെയ്തിരുന്നു, റൗത്തു കി റാസ് എന്നും പറഞ്ഞു. അത് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ. അത് ഭയങ്കര മിനിമല മ്യൂസിക്. കാരണം ഡയറക്ടർ ഭയങ്കര ക്ലിയർ ആയിരുന്നു, കാരണം കുറേ സാധനങ്ങളൊന്നും വേണ്ടെന്ന് പുള്ളിക്ക്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട്, കാരണം പുള്ളിക്ക് ബേസ് ഫ്രീക്വൻസി ഇപ്പോൾ വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഈ ബേസ് ഫ്രീക്വൻസി ഇല്ലെങ്കിൽ തിയേറ്ററിൽ അതെങ്ങനെയാവും എന്നുള്ളതൊക്കെ. പക്ഷെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യാൻ, എന്നെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു. അല്ലാതെ ഒക്കെ എല്ലാം സ്മൂത്താണ്. അങ്ങോട്ട് സെർച്ച് ചെയ്യണം ഡയറക്ടേഴ്സിന്, ഇവിടെ ഇങ്ങനത്തെ മ്യൂസിക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്ന സ്കോർ. അപ്പോൾ പിന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പുള്ളി ഒരു ഐഡിയ പറയും, അങ്ങനെ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് ഡിസ്കസ് ചെയ്ത്. കിഷ്കിന്താടത്തേക്ക് വരുമ്പോ ഇഷ്ടംപോലെ പിന്നെ കുറേ ഉണ്ട് അങ്ങനെ. സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് നോക്കാറുണ്ടോ? ഇപ്പം മ്യൂസിക്കിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടോ, എനിക്കവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, കാര്യമായിട്ട് ചെയ്യാനുണ്ടോ നോക്കാറുണ്ടോ? ജസ്റ്റ് ഞാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ച് ചെയ്ത ഒരേ ഒരു പടം മന്ദാരം മാത്രമേ ഉള്ളൂ. പിന്നെ കാരണം അത് 2017-16 അത് സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ 2017 അതിൻ്റെ ഷൂട്ട് തുടങ്ങി. അപ്പോഴേ എൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വായിക്കുമ്പോൾ മൈൻഡിൽ ഇതൊക്കെ വരും. പിന്നെ തിങ്കളാഴ്ച നിശ്ചയം ഓൾറെഡി ഞാൻ പാട്ട് ചെയ്യുന്നു, പിന്നെ ഷൂട്ട് തുടങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ എനിക്ക് വിഷ്വൽസിലാണ് കൂടുതൽ എന്നെ ഡ്രൈവ് ചെയ്യുക മ്യൂസിക് ചെയ്യാനും. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് കൂടുതൽ വായിച്ച് മൈൻഡ്, കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും പാടും. അപ്പം അത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അതെ അതെ. അപ്പോൾ ഇപ്പോൾ രേഖാചിത്രം മാത്രമാണ് ഇനി വരാനിരിക്കുന്ന ഒരു സിനിമ അല്ലേ? ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ കിഷ്കിന്താണ്ട് ഇറങ്ങിയത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ട് ഇനി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാനും ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും അവസരം ഉണ്ടാവട്ടെ എന്നല്ലേ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.